ദൈവനാമഹത്വപ്പെടുമാറാകട്ടെ. എൻ്റെ പേര് ശ്രീലത. ഞാൻ വിളപ്പശാലയിൽ നിന്നാണ് വരുന്നത്. 13 വർഷത്തിലധികമായിട്ട് എൻ്റെ മോൾ ബ്ലീഡിങ്ങിൻ്റെ അവസ്ഥയാൽ ഭാരപ്പെട്ടിരുന്നു. ഞാൻ മുൻകാലങ്ങളിൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ആ പ്രോഡക്റ്റുകൾ മോക്ക് കൊണ്ട് കൊടുത്തെങ്കിലും അത് അവൾക്ക് അല്പം കുറഞ്ഞിരുന്നു. അവൾക്ക് വീണ്ടും ഞാൻ ഇടവേളയ്ക്ക് വരാതെയായി. വീണ്ടും ഇപ്പോൾ ഡിസംബർ തൊട്ട് ഞാൻ ബ്രദറിന് വന്ന് ഈ കൂടിയ അവസ്ഥകളിൽ വന്ന് കണ്ട് അവിടെ നിന്ന് വന്ന് ബ്രദറിനോട് കണ്ട് പ്രാർത്ഥിച്ചു. 3 വിഷയമാണ് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞാൻ ദേവദാസനോട് പറഞ്ഞത്. ഒന്ന്, എൻ്റെ ഇളയ മകളുടെ ബ്ലീഡിങ്ങിൻ്റെ അവസ്ഥ. മൂത്ത മകളുടെ ശ്വാസമുട്ടലിൻ്റെ അവസ്ഥ. ദേവദാസൻ അതിന് ഞങ്ങൾക്ക് വേണ്ടി അത് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചു. ആ പ്രോഡക്റ്റുകൾ വെള്ളം, എണ്ണ, തേന് മുതലായ സാധനങ്ങൾ ഞങ്ങൾക്ക് തന്ന് അത് ഉപയോഗിക്കുവാനായി പ്രയർ ഷോൾ തന്നു, തലയിലടിയിൽ വെച്ച് കിടക്കുവാനായിട്ട്. അതിന് പ്രകാരം അത് ഉപയോഗിച്ചതിന് ഫലമായി എൻ്റെ മോൾക്ക് ഒരു വർഷത്തിലധികമായി ആ ബ്ലീഡിങ്ങിൻ്റെ അവസ്ഥയില്ല. അത് സാക്ഷിയെടുപ്പാൻ വലിയവനായ ദൈവം എന്നെ ഇടയാക്കി. പ്രാർത്ഥിച്ച കർത്താവിൻ്റെ ദാസനും നന്ദി പറയുന്നു. അതുപോലെ തന്നെ മൂത്ത മകളുടെ അവൾക്ക് 8 വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്ന ഒരവസ്ഥയിൽ ഞങ്ങൾ ഈ പഴയ ഇതായിരുന്നു അവിടെ വന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. പ്രയർ റൂമിൽ വന്ന് പ്രാർത്ഥിച്ചു. അവളിവിടെ വന്ന് പ്രാർത്ഥിച്ച് കർത്താവിന് IVF-ലല്ലാതെ ഞങ്ങൾക്ക് മോൾക്ക് ഒരു കുഞ്ഞിന് ലഭിക്കില്ലെന്ന് പറഞ്ഞ സ്ഥാനത്ത് കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ച് അവളുടെ ആ കർത്താവിൻ്റെ ദാസൻ്റെ പ്രാർത്ഥന കേട്ടപ്പോൾ നോർമലായിട്ട് തന്നെ ഒരു കുഞ്ഞിന് ലഭിക്കുവാനും ആ കുഞ്ഞിന് 6 വയസ്സ് കഴിഞ്ഞു. അതുപോലെ തന്നെ ഭയങ്കരമായ ശ്വാസം മുട്ടൽ. അവൾക്ക് മിനിറ്റ് വെച്ച് ഇൻഹേലർ അടിച്ചാൽ പോലും മാറാത്ത ശ്വാസം മുട്ടലിൻ്റെ ഭാരത്താൽ ഞാനിപ്പോൾ മരിച്ചു പോകും അമ്മ എന്ന് പറയുന്ന അവസ്ഥ ഞാൻ കാണുമ്പോൾ ഞാൻ പ്രയർ ഹാളിൽ ബ്രദറിൻ്റെ അടുത്ത് ഇരിക്കുമ്പോൾ പോലും മോൾ എൻ്റെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അമ്മ എനിക്ക് ഒട്ടും സഹിക്കാൻ വയ്യാത്ത ശ്വാസം മുട്ടലെന്ന് പറഞ്ഞ് ഞാൻ ഉടനെ തന്നെ ബ്രദറിൻ്റെ അടുത്തോളം, ബ്രദറെ ഒട്ടും കുറവില്ല, മോൾക്ക് ശ്വാസം മുട്ടലിൻ്റെ ഭാരത്താൽ ഭയങ്കരമായ പ്രയാസത്താൽ അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രദർ പറഞ്ഞ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞ്. പക്ഷെ പരിപൂർണമായ സുഖം ദൈവം കൊടുത്തു. ഇപ്പോൾ അവൾക്ക് ഇൻഹേലർ ഒന്നും ഒരു നേരം പോലും അടിക്കേണ്ട അവസ്ഥയില്ല. പരിപൂർണമായ സുഖം കൊടുത്തു. ഇനിയും ജീവിക്കുന്ന നാളൊക്കെ എൻ്റെ സാക്ഷിയായി നിൽപ്പാൻ എന്നെയും എൻ്റെ മക്കളെയും കുടുംബത്തെയും പ്രാർത്ഥിച്ച കർത്താവിൻ്റെ ദാസനും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി നിന്ന് വിരമിച്ചിട്ട് നിങ്ങളാരും ഇവിടെ വന്ന് കേട്ടിട്ട് കേൾക്കാത്തവരെ പോലെ പോകരുത്. അനുഗ്രഹങ്ങളെ പ്രാപിച്ചിട്ട് കടന്നു പോയാൽ നമുക്ക് ഇരട്ടി ശാപങ്ങൾ അതിന് പ്രകാരം നമ്മൾ വരും. അതിന് പ്രകാരം നമ്മൾ അറിഞ്ഞിട്ട് അറിയുന്നവരായി തന്നെ ദൈവത്തിൽ കടന്നു വരുവാൻ ഓരോ മക്കളും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കരമടിച്ച നല്ല ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ ശക്തിയോടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബൈബിളിൽ 12 വർഷമായ രക്തസ്രാവം ബാധിച്ച സ്ത്രീയെ യേശു സൗഖ്യമാക്കി. അത് 2024 വർഷങ്ങൾക്ക് മുമ്പാണ് സംഭവിച്ചത്. ചിലപ്പോൾ 1 വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കാണും, എങ്കിലും ഇത്രയും വർഷങ്ങൾക്ക് മുമ്പാണ്. പക്ഷെ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ചിലർ പറയും ബ്രോ ഇറ്റ്സ് 2024, ഇത് 2024, നിങ്ങൾ 21st സെഞ്ച്വറിയിലാണ് ജീവിക്കുന്നത്. ഞാൻ പറയും യെസ് ഇറ്റ് ഈസ് 2024 ആൻഡ് ഗോഡ് ഈസ് അലൈവ്. ആമീൻ. ഇത് 2024, ദൈവം ഇന്നും ജീവിക്കുന്നു. അന്ന് 12 വർഷമെങ്കിൽ ഇന്ന് 13 വർഷമായ ബ്ലീഡിങ് മാറ്റുവാൻ എൻ്റെ യേശുവിന് കഴിയും. ആമേൻ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. നല്ലൊരു അനുഭവ സാക്ഷ്യമാണ്. മകൾക്ക് 13 വർഷം കൊണ്ടൊരു ബ്ലീഡിങ് രോഗം ദൈവം പൂർണ്ണമായി. ഇപ്പോൾ 1 വർഷം കൊണ്ട് ബ്ലീഡിങ് എന്ന് പറഞ്ഞ സംഭവമേ അങ്ങനെ അല്ലെങ്കിൽ ആ പ്രോബ്ലം ഇല്ല, എല്ലാം നോർമലായി. ഇളയ മകൾക്കും ഒരു കൂട്ടം വിഷയങ്ങൾ, ഒത്തിരി മെഡിസിനുകൾ കഴിച്ച്. അപ്പം ഡോക്ടർ പറയുന്നത് ഹോർമോൺ ചേഞ്ചാണ്, അതോട് നടക്കണം. പിന്നെ ഹോർമോണിന്റെ മൂത്ത മകൾക്കാണ് ഇളയ മകൾക്ക് എന്ത് വിഷയത്തിനായി മെഡിസിൻ കഴിച്ചത്? ബ്ലീഡിങ്ങിന്റെ അവസ്ഥ, ബ്ലീഡിങ് ഇളയ മകൾക്കാണ്. അപ്പോൾ ഒത്തിരി ഗുളികകൾ കഴിച്ച്, അപ്പോൾ ഹോർമോൺ ഗുളിക കഴിച്ച് 1 മാസത്തോളം നീണ്ടു നിൽക്കും. ഹോർമോൺ ഗുളിക കഴിച്ചാണ് അത് നിർത്തുന്നത്. അതിനുവേണ്ടി അവർക്ക് ഹോർമോൺ ഗുളിക കഴിക്കുന്നത് മുഖാന്തരം അവളുടെ ശരീരം എല്ലാം വീർത്ത് കയറുവാനായിട്ട് തുടങ്ങി. നടക്കുവാൻ പറ്റില്ല, നെഞ്ചിടിപ്പും തളർച്ചയൊക്കെ കാരണമായിട്ട്. ഇപ്പോഴത് പൂർണ്ണമായി മാറി. അപ്പം മെഡിസിൻ കഴിഞ്ഞപ്പോൾ ഉള്ള സഹിയും കൂടെ നഷ്ടപ്പെടുന്ന ഒരു രീതിയായിരുന്നു. ഇത് തന്നെ ബൈബിളും സംഭവിച്ച. വൈദ്യന്മാരെ കൊണ്ട് സഹിക്കാനുള്ളതെല്ലാം സഹിച്ചു. ഇവിടെയും വൈദ്യത്തിന് പറ്റുന്ന എല്ലാം മെഡിസിൻ കഴിച്ചപ്പോൾ പാവപ്പെട്ട മോള് ആമീൻ വീർക്കുന്നു, പിന്നെ നടക്കാൻ ബുദ്ധിമുട്ട്, ഇരിക്കാൻ ബുദ്ധിമുട്ടെന്നുള്ള രീതിയിൽ ശരീരം മൊത്തം തന്നെ അല്ലാതായിപ്പോയി. പക്ഷെ യേശുവിൻ്റെ അടുക്കൽ വന്നാൽ യേശു തരുന്ന അനുഗ്രഹങ്ങൾക്ക്, യേശു തരുന്ന സ്നേഹത്തിന് സൈഡ് എഫക്റ്റ് ഇല്ല. യേശുവിനെ നിനക്കൊന്ന് സ്വീകരിക്കുവാനുള്ള ആ ഒരു സഹിക്കൽ മാത്രം നിനക്ക് ഏറ്റെടുക്കാമെങ്കിൽ അവൻ സകലതും നിനക്കായി കരുതുന്നവനാ. ആ നല്ല ദൈവത്തിന് ഒരിക്കൽ കൂടെ ശക്തിയോടെ ഒന്ന് മഹത്വം കൊടുത്താട്ടെ. അതുപോലെ തന്നെ ഒരു ശ്വാസതടസ്സത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് തൻ്റെ മകൾക്ക് ഉണ്ടായിരുന്നത് പറഞ്ഞു. എത്രയോ നാൾ കൊണ്ട് തന്നെ ഇൻഹേലർ ഉപയോഗിക്കാതെ എനിക്ക് പറ്റത്തില്ല, ഇൻഹേലർ ഉപയോഗിക്കുന്ന ഒരവസ്ഥയായിരുന്നു. പക്ഷേ ഇപ്പോൾ പ്രാർത്ഥിച്ചതിന് ശേഷം
ഇൻഹേലർ എന്ന് പറയുന്ന സംഭവം കൈകൊണ്ട് തൊടേണ്ട ആവശ്യമില്ല. ദൈവം ആ ശ്വാസതടസ്സം പൂർണ്ണമായി എടുത്തു മാറ്റി. ഇത് മനുഷ്യനല്ല സാധ്യം, ഇത് ഞങ്ങൾക്കാർക്കും ചെയ്യാൻ പറ്റത്തില്ല. ഷാജി ബ്രദറിന് ചെയ്യാൻ പറ്റില്ല, എബി ഷാലോവിന് ചെയ്യാൻ പറ്റത്തില്ല, ജയം ബ്രദറിന് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന് ചെയ്യുവാനേ കഴിയും. ആ യേശുവിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിച്ച എണ്ണയും വെള്ളമൊക്കെ ഉപയോഗിച്ചായിരുന്നു അല്ലേ? ഈ പ്രയർ ഷോളും ഉപയോഗിച്ചായിരുന്നു. ഒരു ദൈവത്തിൻ്റെ പ്രവർത്തന രീതിയാണ് ചില വസ്തുക്കളിലൂടെ പ്രവർത്തിക്കുകയാണെങ്കിൽ അവർ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച എണ്ണയും വെള്ളവും ഉപയോഗിച്ചപ്പോൾ അതും അവർക്കൊരു അനുഗ്രഹത്തിന് കാരണമായി തീർന്നു എന്നൊരു നല്ലൊരു അനുഭവ സാക്ഷ്യമാണ്.